അപ്പൊ നമ്മുടെ ഈ കൺമതിലിന്റെ മുകളിലൊക്കെ ഇതൊന്നായിട്ട് പൂപ്പല് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പൂപ്പല് പോക്കാൻ നമുക്ക് കുറച്ച് പോക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സൂത്രം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ അതൊരു ഐറ്റം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്തതെന്ന് ആദ്യം നോക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ കഴിയുക. കണ്ടില്ല? അപ്പൊ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു മരത്തിന്റെ പീസ് നമ്മൾ രണ്ട് ഭാഗം ഇതേപോലെ കുറച്ച് ക്രോസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പീസ് വുഡ് പീസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് പിന്നെ നമ്മൾ എടുത്തത് ഇതേപോലെ ഒരു വീതി കൂടിയ എക്സോ ബ്ലേഡ് ആണ്. ഈ എക്സോ ബ്ലേഡ് നമുക്ക് ഇതിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ വളച്ചിട്ട് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അത് രണ്ട് ഭാഗത്തും സ്ക്രൂ കൊടുത്തിട്ട് നമുക്ക് ആദ്യം അത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ വുഡ് പീസിന്റെ മുകളിൽ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് ഈ എക്സോ ബ്ലേഡ് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് വാഷറൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഭാഗം നമ്മൾ ഇതേപോലെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എക്സോ ബ്ലേഡ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇത് നമ്മൾ ഇതേപോലെ ഒരു വുഡ് പീസ് എടുക്കുന്നുണ്ട്. ഒരു റീപ്പർ പീസാണ്. അപ്പോൾ അത് കനം കുറഞ്ഞ റീപ്പർ പീസാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ അത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ എക്സോ ബ്ലേഡ് നമുക്ക് മടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകൾ ഭാഗത്ത് ഈ റീപ്പർ ഫിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മുള്ളാണി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ അത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്തെ റീപ്പർ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ വുഡ് പീസ് ഈ നീളം കൂടിയ വുഡ് പീസ് നമുക്ക് ഇതിന് മുകളിലേക്ക് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നടുഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ആണി കൊടുത്ത് അതും ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഐറ്റം റെഡിയായി. ഇനി നമുക്ക് ഒന്ന് നമ്മുടെ മതിൽ ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുകൊണ്ട് അടിപൊളിയായിട്ട് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാൻ കഴിയും. ഇനി ഇതൊന്ന് കൈകൾ കൂടി ചെയ്താൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് പെയിന്റിംഗ് ഒക്കെ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും.